ഗോപി, വീണ്ടും ഇന്ന് ജഡ്ജി പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. അത് ഈ കോടതി വിധി വളച്ചൊടിക്കുക, ചില മാധ്യമങ്ങൾ അങ്ങനെ ചെയ്യാൻ ശ്രമിച്ചാൽ കർശനമായ നടപടിയെടുക്കും, കോടതിയലക്ഷ്യ നടപടിയെടുക്കും എന്ന് തുടങ്ങിയ ചില കാര്യങ്ങൾ. മാത്രമല്ല, ഈ കേസിൻ്റെ നടത്തിപ്പും അതിൻ്റെ വിചാരണയും ഒക്കെ തന്നെ നേരത്തെ സുപ്രീം കോടതിയുടെ മാർഗരേഖ പ്രകാരം ലൈംഗിക പീഡന കേസുകളിൽ ഇരയാകുന്നവരുടെ രഹസ്യാത്മകത നിലനിർത്തിക്കൊണ്ടാകണം ഈ ഇതുമായി ബന്ധപ്പെട്ട വാർത്തകൾ നൽകേണ്ടത്. അത് നിപുൺ സക്സേന വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ കേസിൽ സുപ്രീം കോടതിയുടെ മാർഗനിർദ്ദേശം ഉള്ളതാണ്. ആ മാർഗനിർദ്ദേശം പലതവണ ഈ കേസിൽ ലംഘിക്കപ്പെട്ടിട്ടുണ്ടെന്നൊക്കെ ഇന്ന് ജഡ്ജ് ചൂണ്ടിക്കാട്ടുകയുണ്ടായി. ഏതായാലും തെറ്റായ വാർത്തകൾ അല്ലെങ്കിൽ വാർത്തകൾ വളച്ചൊടിച്ച് നൽകുന്നവർക്കെതിരായ നടപടികൾ അത്യാവശ്യമാണ്. അതേസമയം തന്നെ കോടതി വിധികളെ വിമർശനാത്മകമായി സമീപിക്കുന്നതിന് തെറ്റുമില്ല, അല്ലേ ഗോപികൃഷ്ണൻ? നേരത്തെ ദിലീപ് സൂചിപ്പിച്ചതുപോലെ തന്നെ കോടതി വിധികളെ വിമർശനാത്മകമായി സമീപിക്കുകയും കോടതി വിധികളുമായി ബന്ധപ്പെട്ട വിയോജിപ്പുകൾ പ്രകടിപ്പിക്കുകയും ചെയ്യുന്നത് ഒരു നിയമപ്രശ്നമായോ ഒരു തെറ്റായോ നമുക്ക് കാണേണ്ടതില്ല. അതേസമയം തന്നെ ഈ വിധി പുറപ്പെടുവിച്ച ജഡ്ജിയോ ആ ജഡ്ജിയുടെ ഇന്റൻഷനെയോ ചോദ്യം ചെയ്യുകയോ വിമർശിക്കുകയോ ചെയ്യുന്നതാണ് ഗുരുതരമായ ഒരു പ്രശ്നമായി മാറുന്നത്. ഈ കേസിൽ നമുക്കറിയാം, ഇതിലെ നടപടിക്രമങ്ങളൊക്കെ തന്നെ വിചാരണ ഉൾപ്പെടെയുള്ള മുഴുവൻ നടപടിക്രമങ്ങളും ഒരു ഇൻ ക്യാമറ പ്രൊസീഡിംഗ് ആയിരുന്നു. അതുകൊണ്ട് ഈ നേരത്തെ ദിലീപ് സൂചിപ്പിച്ചതുപോലെ തന്നെ ലൈംഗിക പീഡന കേസുകളിൽ സർവൈവർ ആയിട്ടുള്ള അതിജീവിതകളെ അവരെ ഏതെങ്കിലും തരത്തിൽ അപകീർത്തിപ്പെടുത്തുന്നതോ ഇതിനെ ബാധിക്കുന്ന തരത്തിലോ ആയിട്ടുള്ള പൊതു ചർച്ചകൾ ഒഴിവാക്കപ്പെടണം എന്നുള്ളതാണ്. പക്ഷേ ഈ കേസിൽ നമുക്കറിയാം, പ്രധാനപ്പെട്ട പല സാക്ഷികളും കൂറുമാറുകയും ഇതുമായി ബന്ധപ്പെട്ട പല ഉൾപ്പിരിവുകളും അടങ്ങുന്ന ഒരു കേസാണിത്. 2020-നും 2024-നും ഇടയിൽ അതിജീവിതയും സംസ്ഥാന സർക്കാരും തന്നെ ഈ കേസിലെ വിചാരണ കോടതി ജഡ്ജിയെ മാറ്റണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് 4 തവണ കോടതിയെ സമീപിക്കുന്ന സാഹചര്യം ഉണ്ടായി. ഒരു ഘട്ടത്തിൽ രാഷ്ട്രപതിയെ വരെ അതിജീവിത തന്റെ ആവലാതിയുമായി ചെല്ലുന്ന ഘട്ടം വരെ ഉണ്ടായി. മാത്രമല്ല, ഇതിലെ പെൻഡ്രൈവിലെ ഹാഷ് വാല്യൂ മാറിയതുമായി ബന്ധപ്പെട്ട നിയമപ്രശ്നങ്ങൾ ഒരു ഘട്ടത്തിൽ വലിയ ചർച്ചയായത് നമുക്കറിയാം. ഈ കേസിന്റെ ഒരു നിർണായക ഘട്ടത്തിലാണ് പുതിയ തെളിവുകളുമായി ബാലചന്ദ്രകുമാർ രംഗപ്രവേശനം നടത്തുന്നതും അതിനുശേഷം പിന്നീട് വീണ്ടും ഇതിലെ ക്രിമിനൽ കോൺസ്പിറസി സംബന്ധിച്ച കാര്യങ്ങൾ കുറെ കൂടി ശക്തമായി ഈ കേസിൽ ഒരു അന്വേഷണം ആവശ്യമാണ് എന്ന നിലയിലേക്ക് ബാലചന്ദ്രകുമാർ നൽകിയ തെളിവുകൾ പിന്നീട് ഈ കേസിന്റെ ഗതി മാറ്റുന്നതും ഒക്കെ നമ്മൾ കണ്ടു. അങ്ങനെ 2 പബ്ലിക് പ്രോസിക്യൂട്ടർമാർ അവർ ഒഴിഞ്ഞു പോവുകയും അതിനുശേഷം പിന്നീട് അഡ്വക്കേറ്റ് അജകുമാർ ഈ കേസിൽ എത്തുകയും ഒക്കെ ചെയ്യുന്ന, അങ്ങനെ ധാരാളം നിയമ സന്ദിഗ്ധതകളിലൂടെ കടന്നുപോയ, ധാരാളം പ്രതിസന്ധികൾ കൂടെ കടന്നുപോയ ശേഷമാണ് 8 വർഷങ്ങൾക്ക് ശേഷം നടി ആക്രമിച്ച കേസിലെ വിചാരണ കോടതിയുടെ വിധി കഴിഞ്ഞ 8-ാം തീയതി വന്നത്. ഈ കാര്യങ്ങളിലൊക്കെ തന്നെ അന്നും ഇന്നും വിധി വന്ന ശേഷവും ഈ സംവാദങ്ങൾക്കും ചർച്ചകൾക്കും വാദപ്രതിവാദങ്ങൾക്കും ഒന്നും ഒരു അവസാനം ഉണ്ടായിട്ടില്ല. ഇപ്പോഴും നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ അതിജീവിതയ്ക്ക് വേണ്ടി എത്തിയിരുന്ന അഭിഭാഷകയായ അഡ്വക്കേറ്റ് ടി ബി മിനിയെ പരസ്യമായി തന്നെ സമൂഹ മാധ്യമങ്ങളിലൂടെ ആക്രമിക്കുക, ജഡ്ജി വിധി പ്രസ്താവിച്ച ശേഷവും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ വിമർശനങ്ങൾ ഉന്നയിച്ചുകൊണ്ട് വലിയ വാദപ്രതിവാദങ്ങൾ ഉണ്ടാവുക, ഇതൊക്കെ തന്നെ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ കോടതി കർശനമായി, ഇതാദ്യമായി ഒരു ഓപ്പൺ കോർട്ടിൽ ഈ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന ഘട്ടത്തിലാണ്, ഇതിന് വാദം നടക്കുന്ന ഘട്ടത്തിലാണ് വളരെ ശക്തമായ ഭാഷയിൽ കോടതി ചില ഇടപെടൽ നടത്തിയത്. അവിടെയാണ് എൻ്റെ മുൻകാല കാര്യങ്ങളൊക്കെ പറഞ്ഞോളൂ, പക്ഷേ ഇതിൻ്റെ നടപടിക്രമങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഏതെങ്കിലും തരത്തിൽ ഇത് നിയമപരമല്ലാത്ത കാര്യങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനെ വളച്ചൊടിക്കുകയോ അതിനെ തെറ്റായി വ്യാഖ്യാനിക്കുകയോ ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി. ഇനിയും അത് തുടർന്നാൽ ശക്തമായ കടുത്ത നടപടി സ്വീകരിക്കേണ്ടി വരും എന്ന ഒരു താക്കീതിന്റെ സ്വരം കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായതും മാധ്യമങ്ങൾക്ക് നേരെയും മാധ്യമങ്ങളെയും അതുപോലെ അഭിഭാഷകരെയും നേരെ തിരിഞ്ഞുകൊണ്ടാണ് ഈ ഒരു പരാമർശം കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. മാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ട കോടതി അലക്ഷ്യ കേസുകൾ ഏതാനും മാധ്യമ സ്ഥാപനങ്ങൾക്കെതിരെ, മാധ്യമപ്രവർത്തകർക്കെതിരെ നിലനിൽക്കുന്നുണ്ട്. ആ കേസുകൾ വ്യാഴാഴ്ച പരിഗണിക്കും എന്ന കാര്യവും കോടതി ഇന്ന് അറിയിക്കുന്നുണ്ട്. അപകീർത്തിപ്പെടുത്തുന്ന തരത്തിലുള്ള ഇടപെടലുകളോ നടപടികളോ ഉണ്ടായാൽ ശക്തമായി അതിൻ്റെ കോൺസിക്വൻസസ് നേരിടേണ്ടി വരും എന്നാണ് ഇന്ന് കോടതി മുന്നറിയിപ്പ് നൽകിയത്. നേരത്തെ ദിലീപ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു വിധിന്യായത്തെ, അതിൻ്റെ ന്യായാന്യായങ്ങളെ, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലെ വിയോജിപ്പുകളൊക്കെ വിമർശനാത്മകമായി അവതരിപ്പിക്കുന്നതിലും സമീപിക്കുന്നതിലും കുഴപ്പമില്ല. അതേസമയം തന്നെ ഒരു ജഡ്ജി ഒരു വിധി പ്രസ്താവിച്ചു കഴിഞ്ഞാൽ ആ ഇന്റൻഷൻ
ചോദ്യം ചെയ്യുകയോ അതിനെ വിമർശിക്കുകയോ ചെയ്യുന്നതാണ് മറ്റൊരു പ്രശ്നമായി മാറാൻ പോകുന്നത്. അതുകൊണ്ട് ഇതിൽ കോടതി അലക്ഷ്യം നേരിടുന്ന ആളുകൾക്കെതിരായിട്ടുള്ള നടപടികൾ സംബന്ധിച്ച കാര്യങ്ങളിൽ ഒരു തീരുമാനമുണ്ടാകും. അതോടൊപ്പം തന്നെ ഇനി തുടർന്ന് അങ്ങോട്ട് അപകീർത്തികരമായ രീതിയിലൂടെ ഇടപെടൽ നടത്തുന്ന സാഹചര്യം ഉണ്ടായാൽ കർശനമായ നടപടി നേരിടേണ്ടി വരുമെന്ന താക്കീതിന്റെ സ്വരം ഇന്ന് ഓപ്പൺ കോർട്ടിൽ കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. ദിലീപ്, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.